നമ്മൾക്ക് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ആരോട് പണം വാങ്ങണം, ആരോട് പണം വാങ്ങരുത്. നല്ല സൗഹൃദങ്ങളെ ഒരിക്കലും ഇല്ലാതാക്കരുത്. വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം, പണമായാലും മറ്റെന്താണെങ്കിലും. ആ സൗഹൃദം നേരത്തെ ഉണ്ടായതുകൊണ്ടല്ലേ ആ ആളുടെ അടുത്ത് നിന്നും പണം വാങ്ങിച്ചത്. വാങ്ങിച്ച പണം പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കുക. അല്ലാതെ പണം തിരിച്ചു ചോദിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുകയും ബ്ലോക്ക് ചെയ്യുകയാണ് ഇവിടെ ശ്രുതിയും രേണുവും ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴും മാത്രമല്ല, ശ്രുതി ചാനലുകളിൽ നിന്നും ചാനലുകളിലേക്ക് വർക്ക് കിട്ടിക്കൊണ്ടിരുന്ന് എറണാകുളത്ത് താമസമൊക്കെ ആക്കി അതുമുതലേ അവൻ അങ്ങനെയാണ്. ഈ മാധ്യമങ്ങളിൽ, അതായത് മഴവിൽ മനോരമയിൽ, അമൃത ചാനലിൽ, അത് കഴിഞ്ഞ് ഫ്ലവേഴ്സിൽ, ഈ എല്ലാ ചാനലുകളിലും പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്ന ജോലിയുടെ പണം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനു പുറമെയാണ് അവരോടൊപ്പം ജോലി ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളിൽ നിന്നും പലരിൽ നിന്നുമായിട്ട് പണം ശ്രുതി കടം വാങ്ങിച്ചത്. ശ്രുതി കടം വാങ്ങുന്ന ഒരു ട്രിക്ക് ഞാൻ പറയാം. ശ്രുതി കൂട്ടുകാരനെ വിളിക്കും, കൂട്ടുകാരിയെ വിളിക്കും. വിളിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ പറയും, ചെറിയൊരു പൈസ ചോദിക്കും. അത് കഴിഞ്ഞ് അളിയ എൻ്റെ വൈഫിനൊന്ന് പരിചയപ്പെടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോൺ കൈമാറുന്നു. അപ്പോൾ ഇവന് എവിടെയാ വീട് എന്ന് ചോദിക്കും, പരിചയപ്പെടും. അത് കഴിഞ്ഞ് പണം സഹായിക്കാൻ തോന്നിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറയുക. അത് കഴിഞ്ഞ് ആ പണം കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം വിളിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കാതെയും 2-3 തവണ വിളിച്ച് കഴിയുമ്പോൾ ശ്രുതിയുടെ നമ്പർ വിളിക്കുമ്പോൾ കോൾ ബ്ലോക്ക് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന് പിന്നെ യാതൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യുന്നില്ല. ശ്രുതിയും രേണുവും ചേർന്ന് തന്നെയാണ് ഈ പറ്റിപ്പെല്ലാം നടത്തിയിരിക്കുന്നത്. ഈ പണമൊക്കെ എന്തു ചെയ്തു? ശ്രുതി മരിച്ചതിന് ശേഷം ഒരുപാട് പേര് അവരെ സഹായിക്കാൻ വന്നു. അതിനേക്കാൾ കൂടുതൽ ഇവർ പലരിൽ നിന്നും പണം വാങ്ങി ഇവർ പലരെയും പറ്റിച്ചു. അമ്മ ഇപ്പോൾ സുഖമില്ലാതെ ഇരിക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ചാനലിൽ കൊടുത്ത ഒരു ചെറിയ ഭാഗം മാത്രം ഞാനിവിടെ കാണിക്കാം. എന്ത് പറഞ്ഞായിരുന്നു പൈസ വാങ്ങിച്ചത്? ഒരു ആവശ്യങ്ങൾ പറഞ്ഞു, കൊച്ചിന് വയ്യാണ്ട് ആണ്, പിന്നെ കൊച്ചിന് ടോയ്സ് മേടിക്കണം, അത് വീട്ടിലെ ഒരു കാര്യങ്ങൾ പറഞ്ഞാണ് മേടിക്കുന്നത്. ഇവര് പണം കടം വാങ്ങുന്ന രീതി മനസ്സിലായില്ലേ? കൊച്ചിന് വയ്യ, അല്ലെങ്കിൽ കൊച്ചിനൊരു ടോയ്സ് വാങ്ങിച്ചു കൊടുക്കണം, കൊച്ചു ടോയ്സിനെ കരഞ്ഞിട്ടിടാ, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ പലപ്പോഴും പൈസ വാങ്ങിക്കുന്നത്. എന്നിട്ട് തിരിച്ചു കൊടുക്കൂ, അതോ ഇല്ല. അപ്പോൾ ചോദിക്കും, ഇത് ഈ വീഡിയോ കാണുന്നവർ ചോദിക്കുമ്പോൾ എന്തിനാ കൊടുക്കുന്നതെന്ന്. നമ്മൾ സൗഹൃദം എന്നതിൻ്റെ അപ്പുറം നമുക്ക് നല്ല സമയത്തും മോശമായ സമയത്തും, അതായത് ഒരു 10 രൂപയുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളോട് ചോദിക്കുമല്ലോ, അത്രയല്ലേ കണക്കാക്കുള്ളൂ. പിന്നെ പട്ടിണിയാണ്, അരി വാങ്ങാൻ പൈസയില്ല, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ എന്ന് പറഞ്ഞും പൈസ വാങ്ങിക്കുന്നുണ്ട്. പല ആളുകളിൽ നിന്നും പല തരത്തിലാണ് ഇവരെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ശ്രുതി ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ മരണശേഷം രേണു ഇത് തുടർന്നു പോകുന്നതിൽ അതിശയമൊന്നുമില്ല. അതിന് കൂട്ടായിട്ട് തങ്കപ്പൻ മുതലാളിയും ഉണ്ട്. ശ്രുതിയുടെ മകൻ കിച്ചു ഈ വീട്ടിൽ ഇപ്പം താമസിക്കാത്തതിൻ്റെ കാരണം പറയുന്നത് കിച്ചുവിൻ്റെ നോട്ടം ശരിയല്ല. കിച്ചു രേണുവിനെ നോക്കുന്ന നോട്ടമുണ്ടല്ലോ, ആ നോട്ടം ശരിയല്ലാത്തത് കൊണ്ട് രേണു നിർത്താത്തതാണ്. രേണു പറഞ്ഞു, ഇവിടെ നീ നിൽക്കണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണ്ടത് അമ്മയാണ്, എൻ്റെ മൂത്ത മോനാണ് അവൻ. കിച്ചു വല്ലതും പറഞ്ഞ കിച്ചു പറയണത് മാത്രം എനിക്ക് നോക്കിയാൽ മതി. കിച്ചുവിനെ അങ്ങനെ വട്ടം വരച്ചാൽ അതിൽ നടവുല് നിർത്തിയിരിക്കുക. ഈ കിച്ചുവൊക്കെ 10-22 വയസ്സോളമായി എന്നാ പറയുന്നത്. അവൻ പയ്യനല്ല, അവനൊരു യുവാവായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അവൻ്റെതായ തീരുമാനങ്ങളും, ഞാൻ ആരോടെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെതായ സ്റ്റാൻഡിൽ നിൽക്കണം എന്ന് പറയും ചിലരും. ആ സ്റ്റാൻഡില്ലാത്തൊരുത്തനാണ് കിച്ചു. അതുകൊണ്ടാണല്ലോ ഇവനെയും ഇവളെയും ഇവളുടെ അച്ഛനെയും പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുന്നതും
ഒന്നും മിണ്ടാതിരിക്കുന്നതും, ലൈവിൽ വരുമ്പം സംസാരിക്കുന്നത് തന്നെ വേറൊരുത്തൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഇതിലൊക്കെ ഇപ്പം എന്തിരിക്കുന്നതെന്ന് നോക്കും ഉണ്ട്, അതിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഫ്ലവേഴ്സ് ചാനലിലെ മഴവിൽ മനോരമ ഇങ്ങനെയുള്ള ചാനലുകളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഗസ്റ്റായിട്ട് ആർട്ടിസ്റ്റുകളെ വിളിക്കും, സിനി ആർട്ടിസ്റ്റിനെ വിളിക്കും. അപ്പോൾ അതിൽ ഒരിക്കൽ ധ്യാൻ ശ്രീനിവാസൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ട്രൂ കോളറിൽ മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ച വ്യക്തിയാണ് സുധി. അപ്പോൾ സുധി എത്ര പേരെ പറ്റിച്ചു കാണും? ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കാശിടാൻ, ചേട്ടാ ഇച്ചിരി പൈസ കടന്നു തരുമോ? ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ദയനീയ അവസ്ഥയിലായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ കൊടുത്താൽ തിരിച്ചു കിട്ടൂല, അത്ര തന്നെ. ഒരുപാട് പേർക്ക് ഞാൻ പറയുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. എല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് സുധി കാശ് കൊടുക്കാനുണ്ട്. കാശ് കൊടുക്കുന്നവർ ചോദിക്കുമ്പോൾ ഇനിയിപ്പം മരണപ്പെട്ടു പോയില്ലേ, ആരും ചോദിക്കില്ല കാശ്, അവരാരും ഇനിയിപ്പോൾ ചോദിക്കില്ലായിരിക്കും. പക്ഷേ രേണു ഇപ്പോൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ലക്ഷ്മി നക്ഷത്രം എന്തുകൊണ്ടായിരിക്കും മാറി നിൽക്കുന്നത്? സഹായിച്ച് എല്ലാ മാസം ചെലവിനെ കാശ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ലക്ഷ്മി നക്ഷത്രയ്ക്കും മനസ്സിലായി കാണും രേണു ചെയ്യുന്നത് എന്താണെന്ന്. അത് മനസ്സിലാക്കിയപ്പം അവളും പിന്മാറി. നല്ലത് തന്നെ. അന്നത്തെ ആ ടീമിൽ ഉണ്ടായിരുന്നവരാരും തന്നെ ഇപ്പോൾ കൂടെയില്ല. അപ്പം അങ്ങോട്ട് പുലക്കച്ചയും കെട്ടി ഒരു നിക്കറും ഇട്ട് കാല് മുഴുവൻ കാണിച്ച് ഫോട്ടോ എടുത്ത് ഇവള് ഭക്ഷണം കഴിക്കാൻ വരുന്നിടത്തിൽ ഷോർട്ട് വീഡിയോ എടുത്തിടുന്നുണ്ട്. എല്ലാ ദിവസവും 2 സൈഡും മുടിയെടുത്ത് ഇങ്ങോട്ടിട്ട് ഇങ്ങനെ, അതിനേക്കാളും മുടി എനിക്കുണ്ട്. ഇത് ഒറിജിനൽ മുടിയാണ്, കാണാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? ഇതാ ഇതിൽ കണ്ട, കളർ ചെയ്തതുമല്ല. നല്ല മൈലാഞ്ചി അരച്ച് തേച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ മുടി ഇങ്ങനെ സുന്ദരമായ മുടി കിട്ടും. ഇതൊന്നും എത്ര വലിച്ചാലും വരൂല. കണ്ട, പിഗല്ല. സുധി വിവാഹം കഴിച്ചതായിട്ട് സുധിയുടെ വീട്ടുകാർക്കൊന്നും അറിയില്ല. രജിസ്റ്റർ ചെയ്തു എന്നും പറഞ്ഞ് ഇതാണ് രേഖ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിയമപരമായി വിവാഹം കഴിച്ച ഭാര്യയാണ്, എനിക്കതിനുള്ള അവകാശമുണ്ട്. നിയമപരമായി വിവാഹം കഴിച്ച രേഖ കണ്ടോളൂ, എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഇപ്പൊ രേണു അതുപോലെ തന്നെ അവര് പോയി രജിസ്റ്റർ ചെയ്ത എന്താന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടാ. സുധിയുടെ ഭാര്യയായിട്ട് നിലവിൽ ഇരിക്കെ തന്നെ കാമുകന്മാരുണ്ടായിരുന്ന വ്യക്തിയാണ് രേഷ്മ എന്നാണ് കേട്ടറിവ്. കേട്ടറിവ് എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും കേട്ടറിവല്ല. അവരുടെ സുഹൃത്തുക്കളായ വീടുമായി നല്ല ബന്ധമുള്ള ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്. സുധിയോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ രേഷ്മയ്ക്ക് കാമുകന്മാരുണ്ടായിരുന്നെന്നും അവരോടൊപ്പം ഫോണിലായാലും അല്ലാതെയും സമ്പർക്കമുണ്ടായിരുന്നു എന്ന്, അങ്ങനെ ഒരു സത്യം കൂടെ കേട്ടു. നല്ലതാണ്. ഭർത്താവ് ജീവിച്ചിരിക്കെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുമ്പോൾ അതിലും നല്ലൊരു കാമുകനെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ? നല്ലതാണ്, ഒരു കുഴപ്പമില്ല എന്നൊന്നും. നല്ലതാണ് കേട്ടോ. എന്തായാലും 5 വയസ്സായ ഋതുൽ ആൺകുട്ടിയായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോഴേ പറഞ്ഞനെ അമ്മ പോവണ്ട എന്ന്. ഇത് പോയ പോക്ക് പിന്നെ വരുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. എന്താണ് ഒരു ലൊക്കേഷനിൽ നിന്നും അടുത്ത ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് രേഷ്മ തങ്കപ്പൻ.